ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കുട്ടികളുടെ ജുബ്ബ വെട്ടണത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസ് വേണം വെട്ടാനായിട്ട്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് ജുബ്ബൊക്കെ എപ്പോഴും വെട്ടുന്നത്. അപ്പോൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സാധാരണ എല്ലാവരും 1.5 കൂട്ടാറ്, ഞാനിവിടെ 2 കൂട്ടും. കാരണം ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ ആ 1.5 കറക്റ്റ് അളവിൽ തയ്ക്കണമെന്നില്ല, അതുകൊണ്ടാണ് 2 കൂട്ടുന്നത്. പിന്നെ ഷോൾഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിൻ്റെ അപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 10 ആണെങ്കിൽ 5 എടുത്തിട്ട് 5.25 ആക്കാം. ആ സെയിം തന്നെ കൈക്കുഴി എടുക്കുകയും വേണം. പിന്നെ നെഞ്ചളവ് എടുക്കുന്നത് ചെസ്റ്റ് ബ്രത്തിൻ്റെ 4/1 ഭാഗം പ്ലസ് 1.5. 1 വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഇടുള്ളൂ, 1/2 ഇഞ്ച് ലൂസ്. 1.5 എടുക്കുമ്പോഴും 1 ഇഞ്ച് ചിലവർക്ക് കുട്ടികളല്ലേ, അപ്പോൾ കൈയൊക്കെ കടത്താൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ലൂസ് എടുക്കും. പിന്നെ ഈ കൈക്കുഴി വെട്ടുമ്പോൾ, ഫ്രണ്ടിലെ കൈക്കുഴി വെട്ടുമ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഉള്ളിലേക്ക് നമ്മൾ ചരിച്ച് വരച്ചു കൊടുക്കും. ഈ ചരിച്ച് വരച്ചു കൊടുക്കുന്നത് ഫ്രണ്ട് നല്ല ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കൈക്കുഴിയും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗം കൊണ്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തണം, അതായത് ഫ്രണ്ടിലത്തെ കൈക്കുഴീൻ്റെ ഭാഗം കൊണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ നെക്ക് ബ്രത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്ക് ബ്രത്ത് എങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ബ്രത്തിൻ്റെ 12/1 ഭാഗമാണ് നെക്ക് ബ്രത്ത്. അപ്പോൾ ഒരു 2 ആണെങ്കിൽ അവിടെ 2 അടയാളപ്പെടുത്തിയിട്ട് പിന്നെ 1.5 ഇഞ്ച് കൈക്കുഴീൻ്റെ അവിടെ അങ്ങോട്ട് ചരിച്ച് വരച്ചു കൊടുക്കണം. പിന്നെ ഈ കുട്ടികൾക്ക് എപ്പോഴും ചെസ്റ്റ് ബ്രത്തും വേസ്റ്റ് ബ്രത്തും സീറ്റ് ബ്രത്തൊക്കെ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും താഴ്ഭാഗം മാത്രം ഈ ചെസ്റ്റ് ബ്രത്തിനേലും ഒരു 1/2 ഇഞ്ച് കൂടുതൽ വരക്കണം. ബാക്കി എല്ലാ ഭാഗവും സെയിം തന്നെ ആയിരിക്കും. ചില മക്കൾക്ക് മാത്രം അപൂർവത്തിൽ ചിലപ്പോൾ 20 എന്നുള്ളത് ഒരു 19 ആകും വയറിനോട, ചിലപ്പോൾ അതൊരു 20 ആകും, അങ്ങനെയൊക്കെ വരും. ചിലവർക്ക് മാത്രം കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് ഈ ലെങ്ത്തിൽ തന്നെ അത് വരച്ചെടുക്കുള്ളൂ, അതായത് ഈ ചെസ്റ്റ് ബ്രത്തിൽ തന്നെ വരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് മാത്രം നമ്മൾ ചെസ്റ്റ് ബ്രത്തിൻ്റെ 4/1 ഭാഗം കൊടുക്കുക, അതിൻ്റെ കൂടെ ഹാഫ് കൂട്ടുക. പിന്നെ വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് ബ്രത്തും സീറ്റ് ലെങ്ത്തും സീറ്റ് ബ്രത്തൊക്കെ സാധാരണ ചെസ്റ്റ് ബ്രത്തിൻ്റെ അളവിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഈ ചെസ്റ്റ് ബ്രത്തിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പിലൊന്ന് നമ്മൾ വരച്ചു കൊടുക്കും, ഇങ്ങനെ ചെറിയ ഷേപ്പിലായിട്ട്. അതൊരു ചെറിയൊരു ഷേപ്പ് തോന്നിക്കാൻ ഒരുപാട് ഷേപ്പാക്കാൻ നിൽക്കരുതല്ല. എന്നിട്ട് താഴെ ഏറ്റവും ഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു 6 ഇഞ്ചോളം താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ചോളം അടയാളപ്പെടുത്തി കൊടുക്കണം സൈഡിലെ വെട്ടിന്. പിന്നെ നെക്ക് ലെങ്ത്തും സെയിം തന്നെ, നെക്ക് ബ്രത്തിൻ്റെ സെയിം തന്നെ നെക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തണം. ഒരുപാട് കുഴിച്ച് വരക്കരുത് കേട്ടോ കഴുത്ത്. പിന്നെ ഓപ്പൺ ഞാനിവിടെ ഒരു തല കടക്കാനായിട്ട് ഉള്ളതുകൊണ്ട് ഒരു 10 ഇഞ്ചോളം അടയാളപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ തലയൊക്കെ കടത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും, അതുകൊണ്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും എപ്പോഴും സെപ്പറേറ്റ് ആണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ജുബ്ബക്ക്. ഇതേപോലെ ബാക്ക് പീസ് വെട്ടുമ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേലും പുറത്തേക്ക് തള്ളി നിൽക്കണം, എന്നിട്ട് വേണം വെട്ടാനായിട്ട്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് നമ്മൾ ഫ്രണ്ടിൽ ചരിച്ച് വെട്ടിയില്ല, അതാണ്. പിന്നെ നെക്ക് ബ്രത്തൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടിലെ പീസ് പുറത്തേക്ക് കുറച്ച് ചാടിച്ചാണ് ഇട്ടേക്കണം, 1/2 ഇഞ്ച് ചാടിച്ചാണ് ഇട്ടേക്കണം. കണ്ട അതിൽ സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ കഴുത്ത് നെക്ക് ബ്രത്ത് എത്രയെന്ന് കിട്ടും. കണ്ട ആ 2 ഇഞ്ച് നമ്മൾ മുകൾ ഭാഗത്തേക്ക് കയറ്റി അടയാളപ്പെടുത്തി. പിന്നെ ബാക്കിലെ നെക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. ഒരുപാട് ഓവറായിട്ട് കുഴിച്ച് വരക്കരുത് കേട്ടോ. ചെറുതായിട്ടൊരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുള്ളൂ, വഞ്ചി പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുള്ളൂ. കുഴിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ചാടിക്കിടക്കും. പിന്നെ നമുക്ക് കണ്ട ഇതേപോലെ 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഷോൾഡർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ എത്ര ഉണ്ട് എന്നുള്ളത്. ആ ചരിച്ച് നമ്മൾ വരച്ചേക്കണുണ്ട് ആ ഷോൾഡറിനേലും 1/2 ഇഞ്ച് കൂടുതൽ വേണം നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്താനായിട്ട്. ഞാൻ പറഞ്ഞായിരുന്നു 1/2 ഇഞ്ച് എന്താണെന്നുള്ളത്. എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ആ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഷോൾഡറും വരച്ചു കൊടുക്കുക. നമുക്ക് തെറ്റിപ്പോകില്ല എങ്ങനെയാണ് ഇത് ബാക്ക് പീസ് വെട്ടുന്നതെന്ന്. എന്നിട്ട് 1.5 ഇഞ്ച് വരച്ചു കൊടുക്കുക. ഈ ചരിച്ച് ഫ്രണ്ട് പീസിൽ വെട്ടിക്കളഞ്ഞ 1.5 ഇഞ്ച് നമ്മൾ ബാക്ക് പീസിലും ചരിച്ച് വരച്ചു കൊടുത്തിട്ട് ആ കൈക്കുഴിൻ്റെ അങ്ങോട്ട് ബാക്കിയുള്ളതും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ കൂടി തന്നെ ബാക്ക് പീസും നമ്മൾ വരച്ചെടുക്കുക. എന്നിട്ട് ഇത് വെട്ടരുത് കേട്ടോ, വെട്ടണേക്ക് മുമ്പ്, അതായത് സൈഡിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കരുത്. കൈയും കൂടി വെട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. കൈ വെട്ടിയിട്ട് നമ്മൾ ഇത് കറക്റ്റാണോ എന്ന് നോക്കണം, കൈക്കുഴിയും കൈയും തമ്മിൽ. അപ്പോഴേക്കും നമുക്കിത് മാറ്റി വെക്കാം.
കൈ വെട്ടുന്ന വീഡിയോ ഒരുപാട് തവണ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത്. അതായത് ലെങ്ത്തിൻ്റെ കൂടെ 2 അടയാളപ്പെടുത്തുക, കൈൻ്റെ പകുതി എടുക്കുക, അതായത് 7 ആണെങ്കിൽ അതിൻ്റെ പകുതി 3.5, 4.5, 5.75 എടുക്കണം. ഒരു 1/4 ഇഞ്ച് കൂടുതൽ എടുക്കണം ബോഡിനേൽ. അതായത് ഇപ്പോൾ 7 ആണെങ്കിൽ 3.5 എടുക്കുക, 4.5, 5, 5.25 എടുക്കണം. പിന്നെ കട്ടിങ് റൗണ്ട് പോയിൻറ്റ് ചെസ്റ്റ് ബ്രത്തിൻ്റെ 12 ഭാഗം. പിന്നെ ആ കട്ടിങ് റൗണ്ട് പോയിൻറ്റിലേക്ക് നമുക്ക് കൈക്കുഴിയും വരച്ചു കൊടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് എത്രയാണ് വീതി എന്ന് വെച്ചാൽ അതും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. കൈ നമുക്കപ്പോൾ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് വേണമല്ലോ ബാക്ക് പീസ് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട്. സാധാരണ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടതിന് ശേഷമാണ് കൈ അളക്കാറ്. ഇതിൽ അങ്ങനെയല്ല, 1/2 ഇഞ്ച് ഷോൾഡറിനേലും മുകൾ ഭാഗത്തേക്ക് വന്ന് നിൽക്കണം കൈ, എന്നാലും മാത്രമേ ഇതിൽ കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.